നമ്മൾ ലിമിറ്റ്സ് എന്നാണെന്നും ആ ലിമിറ്റ്സിനകത്ത് എന്തെല്ലാം രീതിയിൽ നമ്മൾ അതിനെ വാല്യൂ കണ്ടുപിടിക്കുക എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ അത് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യണേ എന്നെല്ലാം പഠിക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ നോക്കാം, നമ്മളൊരു ഫംഗ്ഷൻ എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ 2 എന്ന നമ്പർ ആണെന്ന് വെച്ചോ. ഈ 2വിന്റെ റൈറ്റിലോട്ട് പോകും തോറും വാല്യൂ എങ്ങനെ വരും? കൂടി കൂടി വരും. അതായത് 3 വരും, 4 വരും, 5 വരും, 6 വരും അല്ലേ? ഇങ്ങോട്ട് പോകും തോറും എന്തായിരിക്കും? 1 വരും. ഇങ്ങോട്ട് പോകും തോറും -0 വരും. ഇത് -1 വരും. ഇങ്ങോട്ട് പോകും തോറും വാല്യൂ നമ്മൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും, എക്സെട്ര വരും. അപ്പൊ നമ്മൾ 0 എന്ന നമ്പറിനെ ബേസ് ചെയ്താ എടുക്കണമെങ്കിൽ ആ 0യുടെ റൈറ്റിലോട്ട് പോകും തോറും വാല്യൂ കൂടി പോസിറ്റീവ് വരും. ലെഫ്റ്റിലോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞ് നെഗറ്റീവ് വരും. അപ്പൊ റൈറ്റിലോട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്ന അറിയാമോ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. എന്താ പറയണേ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇനി ഈ 0 വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഈക്വൽ എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടും ഈ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ ഇതെല്ലാം എന്താവണം? ഒരേപോലെ കിടക്കണം, ഒരേ ലൈനിൽ. ഇവിടെ ഒരു വിടവ് വരുമെന്ന് വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിടവ് വന്നു, അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുമോ? അവിടെ ഒരു വിടവ് വന്നു, അത് കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ഒരു ലൈൻ തുടർച്ചയായിട്ട് കർവുകൾ പോകണം അല്ലേ? അപ്പൊ ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മളൊരു ഇപ്പൊ 0 എടുത്തു. ഈ 0യിൽ നിന്ന് 1ലേക്ക് അടുക്കുമ്പോൾ ഇവിടെ എന്താ അതിൻ്റെ ഇടയ്ക്ക് എന്തോരം വാല്യൂസ് ഉണ്ട്, കൂടിക്കണക്കിന് നമ്പറുകളുണ്ട്. 0.01, 0.001, 0.002, 0.03 അങ്ങനെ എത്ര ചെറിയ ചെറിയ നമ്പേഴ്സുകൾ ജോയിൻ വന്നാണ് ഈ 1ലേക്ക് നമ്മൾ ആ വാല്യൂ അപ്രോച്ച് ചെയ്യണം. അതായത് 0യിൽ നിന്ന് 1ലേക്ക് വരണമെങ്കിൽ ഇതിനിടയ്ക്ക് എന്തോരം നമ്പർ ഉണ്ട്? നമുക്ക് ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര നമ്പറുകളുണ്ട്. കാരണം 0.1 പറഞ്ഞു, 0.2, 0.1നും 0.2 ഇടയ്ക്ക് 0.01, 0.001, 0.002 ആൻഡ് 0.0 അങ്ങനെ വന്ന നമ്പറുകൾ വരുമ്പോഴാണ് അത് നമ്മളൊരു 0.1 പോലും ആകണത്. അപ്പൊ അങ്ങനെ എന്തോരം നമ്പറുകൾ വേണമെങ്കിലും ഇതിനകത്ത് ഉണ്ട് അല്ലേ? അപ്പൊ ആ 0യിൽ നിന്ന് 1ലേക്ക് അപ്രോക്സ് ചെയ്യുക, അതായത് അതിന്റെ വാല്യൂ 1ലേക്ക് അടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെയാണ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നോക്കാം, റൈറ്റിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടി വരും, ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ വാല്യൂ കുറഞ്ഞു വരും. ഈക്വൽ വരുമ്പോൾ എന്താണ്? വാല്യൂ എന്താണ്? ഇക്വാളിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, എ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് 2 കണ്ടീഷനാണ്. ഈ റൈറ്റിലോട്ട് പോകുന്ന വാല്യൂ ലെഫ്റ്റിലോട്ട് പോകുന്ന വാല്യൂ ഈക്വൽ ആവണം. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആവണം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു എന്താവണം? റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ എന്ത് പറയും? ദ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് എന്ന് പറയും. ആ ഫംഗ്ഷൻ എന്താണ് മക്കളെ? എക്സിസ്റ്റ് ചെയ്യുകയെന്ന് പറയും. അപ്പോൾ ഒരു നമ്പർ നമ്മൾ തന്നു കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റിലോട്ട് പോകുന്ന വാല്യൂവും ലെഫ്റ്റിലോട്ട് പോകുന്നതും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ആ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ മൈനസ്, അതായത് നമ്മൾ ആ വാല്യൂ നമുക്ക് എന്താണ്? ലെഫ്റ്റിലോട്ടല്ലേ പോകുന്നത്. ലെഫ്റ്റിലോട്ട് പോകും തോറും ഏത് നമ്പർ എടുക്കും? ഇപ്പോൾ 0 എടുത്താൽ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ അതിനേക്കാൾ കുറവ് വരും. ഇനി -1 എടുത്താൽ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കുറവ് വരും. ഈ 2 എടുത്താലും ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കുറവ് വരും. 3 എടുത്താലും ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ കുറവ്. ഈ 4 എടുത്താലും ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ എന്താണ്? കുറവാണ്. അപ്പൊ ലെഫ്റ്റിലോട്ട് പോകും തോറും എന്താണ് വരുന്നത്? നെഗറ്റീവാണ്, കുറഞ്ഞു വരുവാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എഫ് ഓഫ് എ മൈനസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയും. ഇനി ഇവിടെ നോക്കി, ഏത് നമ്പർ എടുത്താലും റൈറ്റിലോട്ട് പോകുമ്പോൾ ഇപ്പൊ 2വിനാണെങ്കിലും 1നാണെങ്കിലും 3ക്കാണെങ്കിലും ഏത് നമ്പറിനും റൈറ്റിലോട്ട് പോകും തോറും വാല്യൂ കൂടി വരും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പൊ ഇതിനെ എന്ത് കൊടുക്കാം? എഫ് ഓഫ് എ പ്ലസ്, അതെന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഇതിനെയാണ് ഒരു ഫംഗ്ഷൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡിൽ, അതായത് എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ആണെന്ന് വെച്ചോ. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയും. എന്താണ് ആ ഫംഗ്ഷൻ? എന്താണ്? എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുക, ഒരെണ്ണോടെയുണ്ട് ഈക്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. ഇപ്പൊ എഫ് ഓഫ് എ ആണെങ്കിൽ ഒരു ഫംഗ്ഷനകത്ത് എക്സിന്റെ വാല്യൂ എ ആണെന്ന് വെച്ചോ. അങ്ങനെ എഫ് ഓഫ് എ ആണെങ്കിൽ ഇതിന് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻഡ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയും. ആ ഫംഗ്ഷൻ എന്താണ്? ഇഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു റൈറ്റിലോട്ട് പോകുമ്പോഴും വാല്യൂ കൂടി വരുവാണെങ്കിൽ
ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ അതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഇഫ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എയേക്കാൾ കുറവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ തുടർച്ചയായിട്ട് പോകണമെങ്കിൽ ഒരു കർവ് നേരെ ഒരു പോയിന്റിൽ പോലും വിടവില്ലാതെ പോകണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് പറയും. നമുക്ക് നോക്കാം, ഈ ഒരു ഫംഗ്ഷനകത്ത് ഇപ്പൊ എഫ് ഓഫ് എ പ്ലസും എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ദ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സൈൻ്റെ ഗ്രാഫ് വരച്ചു നോക്കി. ഇപ്പൊ 0 കൊടുത്തിട്ട് വളഞ്ഞു വളഞ്ഞു പോണ ഗ്രാഫാണ് സൈൻ്റെ ഗ്രാഫ്. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അല്ലേ? ഇപ്പൊ നമ്മളൊരു കർവ് വരച്ചു, ഒരു കോസിന്റെ ഗ്രാഫ് ഇങ്ങനെ പോകും. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു വിടവ് വരുന്നില്ല. ആ കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രോബ്ലത്തിനകത്ത് ഇപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 into x plus 1 if x not equal to 0 and 2 if x equal to 0. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്ങനെയാണ്, ദ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റീവ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് എന്താണെന്ന് ചോദിക്കും. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുവാണോ, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കണം. അപ്പോൾ 0 എന്ന് പറയുന്ന നമ്പർ, ഈ 0യുടെ റൈറ്റിലോട്ട് പോകും തോറും പോസിറ്റീവ് വരും. അപ്പോൾ അതെന്ത് വരും, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരും. ഇത് ലെഫ്റ്റിലോട്ട് പോകും തോറും നെഗറ്റീവ് വരും. ഇത് നെഗറ്റീവ് വരും, അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. ഈ 0 വരുമ്പോൾ ഇതിനെ ഈക്വൽ എന്ന് പറയും, അല്ലേ? അപ്പം ഈ ഒരു 3 ഫംഗ്ഷനും ഒരുപോലെ പോയി കഴിഞ്ഞാൽ ഒരേ ആൻസറാണ് കിട്ടണമെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കണം, എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൊടുക്കണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റി. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം. അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണോ ഈക്വൽ ആണോ നോക്കാം. ഇപ്പൊ എക്സ് 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അപ്പൊ റൈറ്റിലോട്ട് പോകുന്നതോറും പോസിറ്റീവ് വരും, ലെഫ്റ്റിലോട്ട് പോകുന്നതോറും നെഗറ്റീവ് വരും. അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല. അപ്പൊ ബാക്കി രണ്ടെണ്ണം ഏതാ ഇവിടെ വരുന്നത്, ലെഫ്റ്റും റൈറ്റും അല്ലേ വരുന്നത്. അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റിന്റെ ഫോർമുല എടുക്കണം. എഫ് ഓഫ് എ മൈനസ് എന്ന് പറഞ്ഞ ഫോർമുല എന്നാ മക്കളെ, ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് വരും, അല്ലേ? എന്താ ഫോർമുല പറഞ്ഞ്, എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ എയുടെ സ്ഥാനത്ത് ഏതാ കൊടുത്തേക്കണം, 0 ആണ്. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻ ടു 0 മൈനസ് ഏതാണ്, എഫ് ഓഫ് എക്സ്. അതിന് നേരെ കറസ്പോണ്ടിങ് കിടക്കുന്ന ഫംഗ്ഷൻ എഴുതണം നമ്മൾ. റൈറ്റിലോട്ട് പോകുമ്പോഴും ലെഫ്റ്റിലോട്ട് പോകുമ്പോഴും ഈ വാല്യൂ 2x + 1 ആണ്. ഇവിടെ വേണമെങ്കിൽ എഴുതാം നമുക്ക് 2 × s + 1. അപ്പൊ ഇവിടെ ഏതോ എഴുതി 2 × s + 1 എഴുതി. അപ്പൊ ഇവിടെ റൈറ്റിലോട്ട് പോകുമ്പോഴും ഇതേ വാല്യൂ 2 × s + 1. അപ്പൊ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കി, 2 × 0 + 1 വരും. അപ്പൊ ആൻസർ 2 വരും, അതിന്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കും. എഫ് ഓഫ് എ പ്ലസ്, അതിന്റെ ഫോർമുല എന്നാ, ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടേണ്ട വാല്യൂ 0+ ആണ്. നമ്മുടെ ഏതാ വാല്യൂ, 0 ആണ്, 0+. അപ്പൊ എന്നാ വരും, ലിമിറ്റ് എക്സ് ടെൻ ടു 0+ ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് അതേ 2 × s + 1 നമ്മൾ കൊടുക്കുക. അപ്പൊ ഇവിടെ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ 2 × 0 + 1 ആൻസർ 2 വരും. അപ്പൊ നമുക്ക് നോക്കി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയി. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പൊ ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് എക്സിസ്റ്റ് ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണമെങ്കിൽ ഇത്രയും കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസറായി. ദ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇവിടെ വെറുതെ ലിമിറ്റ് എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഇക്വാളിറ്റിയോടെ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എന്താണ് ആ ഫംഗ്ഷനകത്ത് ഇക്വാളിറ്റിയോടെ ചെയ്യണം. ഇഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 ആണോ. ഇഫ് എക്സ് ഈക്വൽ ടു 0 വരുമ്പോൾ അപ്പൊ നമ്മുടെ ഇക്വാലിറ്റിയുടെ ഫോർമുല എന്നാ മക്കളെ, എഫ് ഓഫ് എ വരും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് വരും. ഇഫ് എക്സ് ഈക്വൽ ടു എ. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് നമ്മൾ വാല്യൂ 0 കൊടുക്കും. 0 കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇപ്പൊ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ആണ് കിട്ടിയത്. അപ്പൊ നമ്മളിത് എഫ് ഓഫ് എക്സ് എന്താന്ന് പറയാൻ പറ്റും, ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും.
അപ്പൊ നമുക്കൊരു ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ തന്നേക്കണ നമ്പറിനകത്ത് 0 ആണെങ്കിൽ ഇത് മൂന്നും കണ്ടുപിടിക്കണം. ഏതൊക്കെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, ഇക്വാലിറ്റി കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിനിൽ തന്നേക്കണം 0 ആണെങ്കിൽ ഇത് മൂന്നും കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞേക്കണം മാത്രം. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ എക്സാമ്പിൾ കൊടുക്കാം. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റിനകത്ത് 3 ഇൻറ്റു എക്സ് മൈനസ് 1 അപ്പൊ 4x പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് ലെസ് ദാൻ 0. ഇവിടെ നമ്മൾ തന്നേക്കണ ഈ ലിമിറ്റിനകത്ത് 0 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണ ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ലിമിറ്റ് എക്സ്റ്റെൻഡ് 1 എഫ് ഓഫ് എക്സ് എന്നാന്ന് വെച്ചോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇത് രണ്ടും ഇതാണ് ഇവിടെ നമ്മളെ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ. ഇവിടെ 0 തന്നേക്കുന്നതുകൊണ്ട് ഇതിന് നമ്മൾ 3 ഫംഗ്ഷനും കണ്ടുപിടിക്കണം. ലെഫ്റ്റും കണ്ടുപിടിക്കണം, റൈറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഇക്വാലിറ്റി കണ്ടുപിടിക്കണം. ഇത് മൂന്നും എഴുതണം. നമ്മൾ ഇക്വാലിറ്റി എഴുതണം, ഈക്വലും എഴുതണം, ഈക്വലും എഴുതണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഇതിനകത്ത് നമ്മൾ 3 എഴുതണം. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ ഇത് 0 ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ ഏതാ? അത് 0യുടെ അപ്പുറത്താണ് കിടക്കുന്നത്. അത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രം നമ്മൾ എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ ഒരു ക്വസ്റ്റിനകത്ത് റൈറ്റ് ഹാൻഡ് ലിമിറ്റിനകത്തുള്ള ഏത് ഫംഗ്ഷനാണോ ആ ഫംഗ്ഷനാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റിനകത്ത് ഈ 0 ഇവിടെ തന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഏതൊക്കെ എടുക്കണം? ലെഫ്റ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് കണ്ടുപിടിക്കണം, ഈക്വൽ കണ്ടുപിടിക്കണം. ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതേസമയം നമ്മൾ എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ 1ലേക്ക് വരുന്ന എവിടെയാണ്? 0 വരുമ്പോൾ 0യേക്കാൾ കൂടുതൽ വരുന്ന ഇവിടെ ഈ ഒരു ഫംഗ്ഷനകത്താണ്. അപ്പൊ നമ്മൾ ഏതെടുക്കും? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിരിക്കും ഈ വാല്യൂവിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കും. പക്ഷെ ഇതിന് തന്നെ വേണം നമ്മൾ 3 വാല്യൂ ഇക്വാലിറ്റിയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 4x പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 0 ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ലിമിറ്റ് എക്സ്റ്റെൻഡ് 0 എക്സ്റ്റെൻഡ് 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരച്ചു 0. ഈ 0യുടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇവിടെ 0യും 0യേക്കാൾ കൂടുതൽ അങ്ങോട്ട് വരും. അത് 1 1 2 3 ഇങ്ങോട്ട് കൂടുതൽ വരികയും ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഏതാ? 3 ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. അപ്പൊ ഇവിടെ ഏത് വരും? ഇക്വാലിറ്റിയും റൈറ്റ് ഹാൻഡ് ലിമിറ്റിനും ഈ ഒരു ഫംഗ്ഷനാണ് വരുന്നത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആണ്. ഈ 0യേക്കാൾ ഇങ്ങോട്ട് കുറവ് വന്ന അതെന്താണ്? നെഗറ്റീവ് ആണ്. അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏതാ ഫംഗ്ഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 1 വരും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ലെഫ്റ്റ് ഏതാണ്, റൈറ്റ് ഏതാണ്, ഇക്വാലിറ്റി ഏതാണ് എന്നുള്ളത് ആദ്യമേ തിരിച്ചറിയാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം ഈ ഫംഗ്ഷൻ ഏതാണ്? റൈറ്റ് ആൻഡ് ഈക്വൽ വരും. റൈറ്റിനും ഈക്വലിനും ഈ ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. ഇത് ലെഫ്റ്റിന് കൊടുക്കേണ്ട ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം റൈറ്റിന്റെ ഫോർമുല എഴുതും. എന്താ മക്കളെ ഫോർമുല? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അവിടെ എയുടെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻ ടു 0 പ്ലസ് അതിന് കറസ്പോണ്ടിങ് കിടക്കുന്ന ഫംഗ്ഷൻ 3x മൈനസ്. അപ്പൊ 0 വന്നു കഴിയുമ്പോൾ ഇവിടെ എന്നാ വരും? 3 ഇൻറ്റു 0 മൈനസ് 1. അപ്പൊ ആൻസർ ഈസ് എന്നാ വരും? -3 വരും. ഇവിടെ നോക്കുക, നമ്മൾ എന്തിനാണ് 0 പ്ലസ് എന്ന് കൊടുക്കുന്നത്? റൈറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പ്ലസ് ഇടുന്നത്. അല്ലാതെ അതിന്റെ വാല്യൂ എക്സിന് കൊടുക്കുമ്പോൾ 0 പ്ലസ് കൊടുക്കാന്നല്ല അർത്ഥം. ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നതിന് കൊടുക്കുന്ന ഒരു സാധനമാണ് 0 പ്ലസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ലെഫ്റ്റ് ഈ അവിടെ കിടക്കുന്ന ഇക്വാലിറ്റി ഉണ്ട്. അപ്പൊ ഇക്വാലിറ്റിയുടെ ഫോർമുല കൊടുക്കും. ഇക്വാലിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഇക്വാലിറ്റിയുടെ ഫോർമുല വരുന്നത്. എഫ് ഓഫ് എക്സ് കൊടുത്തു. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വരും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു 0. അതിന് നേരെ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ? 3 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു 0 മൈനസ് 1 വരും. ആൻസർ ഈസ് -3 വരും. ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ റൈറ്റും കിട്ടി, ഈക്വലും കിട്ടി. ഇനി നമ്മൾ എന്തുകൂടി കണ്ടുപിടിക്കണം? ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഏത് ഫംഗ്ഷനാ? 4x പ്ലസ് 1. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൂടി കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോടെ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് എ മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതിന് നമുക്ക് കറസ്പോണ്ടിങ് തന്നേക്കണം ഫംഗ്ഷൻ ഏതാ? എഫ് ഓഫ് എ മൈനസ് എന്ന് പറഞ്ഞാൽ എ 0 ആണ്. 0 മൈനസ് വരും. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻ ടു 0 മൈനസ്
എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 4x + 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്തേക്ക് നമ്മൾ വാല്യൂ എടുക്കും. 4 × 0 + 1 വരും. അപ്പോൾ ആൻസർ 4 × 0 എന്ന് പറഞ്ഞാൽ +1 = 1 വരും. 4 × 0 0 വരും. 0 + 1 ആൻസർ ഈസ് 1 വരും. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നമുക്കിതൊന്നും ഈക്വൽ അല്ല. അതായത് എഫ് ഓഫ് എ ഇപ്പം നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് എങ്ങനെയായിരിക്കും, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് ഇത് മൂന്നും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എല്ലാം വ്യത്യാസപ്പെട്ട അത് കിട്ടിയേക്കണം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എ പ്ലസും എഫ് ഓഫ് എയും ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ആണ് അല്ലെ. ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് എന്ത് പറയാൻ പറ്റും നമുക്ക്, ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഫംഗ്ഷൻ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമോ നോക്കിക്കേ. എഫ് ഓഫ് എ പ്ലസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ മൈനസ് ആണ്. അപ്പൊ ദെയർഫോർ ദ ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു ആണ്. അപ്പൊ ദെയർഫോർ ഫംഗ്ഷൻ ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ദ ഫംഗ്ഷൻ ഈസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിനകത്ത് നടക്കുന്ന നമ്പർ 0 ആണെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അവിടെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് പറഞ്ഞിട്ടുണ്ട്. അവിടെ എക്സിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 1 എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് 1 ഇത് നമ്മൾ തന്ന നമ്പർ 0 ആണ്. ഇവിടെ 1 വരുമ്പോൾ അതാണ് റൈറ്റിലേക്കല്ലേ ഫംഗ്ഷനാണ് വരുന്നത്. അപ്പൊ ആ റൈറ്റിലേക്കുള്ള ഫംഗ്ഷൻ ഏത് വാല്യൂലാണ് നമ്മൾ കൊടുക്കേണ്ടത്, 3 × x - 1 കൊടുക്കും. അവിടെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരൊറ്റ കണ്ടീഷൻ മാത്രം നമ്മൾ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഏതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്, 3 × x - 1 കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 വരും. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻ ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 × x - 1 ആണ്. അവിടെ 1 കൊടുക്കുമ്പോൾ 3 × 1 - 1 വരും. അപ്പൊ 3 × 0 വരും. അപ്പൊ നമ്മുടെ ആൻസർ 0 വരും. അപ്പൊ ഇവിടെ ആൻസർ എന്താ കിട്ടുന്നത്, 0 കിട്ടും. അപ്പൊ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് എന്താണോ വാല്യൂ തന്നേക്കണം, എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ 0 എന്ന നമ്പർ വെച്ചുള്ള ലെഫ്റ്റും റൈറ്റും ഇക്വാലിറ്റിയും കണ്ടുപിടിക്കണം. അതല്ലാതെ നമ്മളിങ്ങനെ ഒരു നമ്പർ മാത്രം പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ഏതാണ് ആ ലിമിറ്റ് എക്സ്റ്റെൻഡ് 1 എന്ന് പറഞ്ഞാൽ ആ 1 എവിടെ കിടക്കണം നോക്കണം. 0യുടെ അപ്പുറയാണോ ഇപ്പുറയാണോ നോക്കണം. അപ്പുറയാണെങ്കിൽ ഏത് ഫംഗ്ഷൻ കൊടുക്കണം, റൈറ്റ്. ഇപ്പുറയാണെങ്കിൽ ഏത് ഫംഗ്ഷൻ കൊടുക്കണം മക്കളെ, ലെഫ്റ്റ് കൊടുക്കണം. ക്ലിയർ ആയല്ലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.